രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അതെ, ഇന്ന് ഇത്രയും മതി. വേഗം ഓഫീസിൽ പോവാൻ നോക്ക്. പറ്റില്ല, എനിക്ക് വേണം. നോ. ദേ പിടിച്ച് വേഗം ഇറങ്ങും. ഞാനിപ്പോ എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഏതൊരു സമയം വഴക്കിട്ടുകൊണ്ടിരുന്ന പ്രണവ് ഇപ്പോ സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി. ഞാനും അവനും ഒരുമിച്ചാണ് ഇന്ന് ഓഫീസിൽ പോകുന്നത്. അത് കാണുന്ന നമ്മുടെ സ്റ്റാഫുകൾക്കെല്ലാം എന്തൊരു റെസ്പെക്റ്റ് ആയിരിക്കും എന്നറിയോ? ഇതിനൊക്കെ കാരണക്കാരി ആരാണെന്നറിയോ? നീ. നിനക്ക് ദ്രോഹം ചെയ്ത ശിവാനിയോട് പോലും നീ തിരികെ സ്നേഹം കാണിച്ചു, നന്മ ചെയ്തു. അതുകൊണ്ടാ എനിക്കിപ്പോ ഇതുപോലെ സന്തോഷിക്കാനായത്. എന്നും ഇതുപോലെ തന്നെ പോകണമെന്ന ഒറ്റ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്നും ഇങ്ങനെ തന്നെ പോകും ഗൗതം. നിങ്ങൾ ചേട്ടാനിയന്മാരെ ശത്രുക്കളാക്കാൻ ഇനി ആർക്കും ആവില്ല. വാ, ഇറങ്ങാം. വാ. പ്രണവേ, പ്രണവേ. അയ്യോ, ചേട്ടൻ വിളിക്കുന്നു. ഞാൻ ഇറങ്ങട്ടെ. സമയമില്ല അതുകൊണ്ട് കേട്ടോ. ആ വാ. വാ. ആ അമ്മ, ഞങ്ങൾ ഓഫീസിലേക്ക് പോയിട്ടുവരാം. നിങ്ങൾ ഒരുമിച്ചാണ് പോകാൻ പോന്നേ? അല്ല, ഞാനും ഏട്ടനെ മാത്രമേ പോകുന്നുള്ളൂ. ഏട്ടത്തെ കൊണ്ടുപോകുന്നില്ല. അവിടുന്ന് എടാ പ്രണവേ, നീ എന്റെ കൂടെ കാറിൽ വരുന്നോ അതോ നിന്റെ കാറിൽ വരുന്നോ? ഇതുവരെ എങ്ങനെയാണോ പ്രണവ് ഓഫീസിൽ പോയെ അങ്ങനെ തന്നെ പൊയ്ക്കോളൂ. ഗൗതം പോവാൻ നോക്ക്. അതൊക്കെ ഇടയ്ക്ക് ചില തെറ്റിദ്ധാരണകൾ പറ്റി പോന്നേയല്ലേ. ഒരേ ഓഫീസിലേക്ക് 2 കാറുകളിൽ പോകേണ്ട ആവശ്യമുണ്ടോ? എനിക്കാണെങ്കിൽ അവിടെ വന്നിട്ട് വേറെ എങ്ങും പോകാനുമില്ല. നമുക്ക് ഒരു വണ്ടി തന്നെ പോയേട്ടാ. എങ്കിൽ പിന്നെ നിന്ന സമയം വേണ്ട, വാ ഇറങ്ങാം. ആഹാ, അമ്പലത്തിൽ പോയിട്ട് ഇത്ര വേഗം അങ്ങ് തിരിച്ചു പോന്നോ? ചെന്നപ്പോ പൂജാ സമയമായിരുന്നു. പൂജ തൊഴുതങ്ങി ഇറങ്ങി. ഇതാ നിധി പ്രസാദം. അത് നന്നായി. പ്രസാദം തൊട്ട് ഐശ്വര്യമായിട്ട് ഇറങ്ങാലോ അല്ലേ? ചേട്ടാ എനിക്കൂടെ. അതിനെന്താ, തരാടാ. എന്തോന്നാടാ ഇത്? മുടിയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ? ഇതൊക്കെ ഒന്ന് ചീവി വൃത്തിയാക്കി വെച്ചൂടെ? എന്തോന്നാ ശിവാനി ഇത്? നിന്റെ കെട്ടിയോൻ മറ്റവന്റെ അടിമയായി തീർന്ന ലക്ഷണമുണ്ടല്ലോ. ഇക്കണക്കിന് പോയാ നിന്റെ കാര്യം പോക്കാ ശിവാനി, അതോർത്തോ. ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. തിരിച്ച് അനിയനും ചേട്ടനും 2 കാറിലായിരിക്കും വരവ്. ആന്റി നോക്കിയോ? എന്നാ നിനക്ക് കൊള്ളാം. നമുക്ക് ഇറങ്ങാം. ഞാൻ റെഡി. പ്രണവേ, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്തെങ്കിലും വേണോ? ഞാൻ ഫുഡുമായിട്ട് വരാം. നല്ല കാര്യമായി. ഈ അവസ്ഥയിൽ നീ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരാനോ? അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരാന്ന് ഏട്ടത്തി ഇന്നലെ പറഞ്ഞതാ. നീ റെസ്റ്റ് എടുക്ക്. ചേട്ടാ നമുക്ക് പോവാം. പ്രണവ്, ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നു. പ്രധാനപ്പെട്ട എന്ത് കാര്യം? അല്ല, പ്രണവ് ഇറങ്ങുമ്പോ ഞാനല്ലേ ശകുനം വരാറ്? അതല്ലേ രാശി? ഞാൻ പോയിട്ട് ശകുനം വരാമേ. അല്ല, ഒരു സെക്കൻഡ്. ശകുനം വരാനായിട്ട് പോയി പടിയെങ്ങാണം കേറി വരുമ്പോ കാലെങ്ങാണം സ്ലിപ്പായി കഴിഞ്ഞാ അത് വേറൊരു അപശകുനമാവും. അത് വേണ്ട ശിവാനി. ഒരു ഐഡിയ. ഇന്ന് ശകുനം വരുന്നത് ഏട്ടത്തി ആയിക്കോട്ടെ. അല്ലേ ഏട്ടാ? ഏട്ടത്തി ചെല്ലേ, എന്നിട്ട് ശകുനം വാ. എന്തിനാ പ്രണവേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അങ്ങ് പോയാ മതി.
അനിയനും ചേട്ടനും ഇങ്ങനെ ഒരുമിച്ച് പോകുന്നത് തന്നെ ഏറ്റവും വലിയ ശകുനം. അവനൊരാഗ്രഹം പറഞ്ഞതല്ലേ, ചെല്ലേ പോയി ശകുനം വാ. ആ ഉം. വാടാ. സമാധാനമായല്ലോ. എല്ലാം കയ്യിന്ന് പോയപ്പോ മതിയായോ നിനക്ക്? നിന്റെ വാക്കിന് എതിർവാക്ക് പറയാത്തവനായിരുന്നു പ്രണവ്. ഓഫീസിലേക്ക് പോകുന്നത് അനിയനും ചേട്ടനും 2 കാറുകളിലായിരുന്നു. നീയാണ് രാശിയുള്ളവളെന്ന് പറഞ്ഞ് ശകുനത്തിനെ വിളിച്ചിരുന്നവൻ ഇപ്പൊ നിന്നെ വിട്ട് നിധിയിലേക്ക് മാറി. അതെല്ലാം പോരാഞ്ഞിട്ട് ഈശ്വരമംഗലം വീടിനെ പഴയ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നതിലുള്ള ക്രെഡിറ്റ് മുഴുവനും നിധിക്ക് കൊടുത്തിട്ട് ഏട്ടത്തി അവളെ അങ്ങ് വാനോളം പുകഴ്ത്തി നടക്കല്ലേ. ഹോ, ഇതെവിടെ ചെന്ന് എത്തുമെന്ന് ഒരു രൂപവും ഇല്ല എനിക്ക്. നിധി ചെയ്യുന്നതൊക്കെ പ്ലാനിങ് ആണെന്നെങ്കിലും കരുതാം. പക്ഷെ പ്രണവോ, അവര് ചെയ്ത എല്ലാ ദ്രോഹവും മറന്ന് അവൻ അവരുടെ കൂടെ കൂടിയിരിക്കല്ലേ. ആന്റി, എനിക്കൊന്നും മനസ്സിലാവണില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പ്രണവിന്റെ ഈ മാറ്റത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെന്താ ആന്റി? നീ തന്നെയാണ് കാരണക്കാരി. ഞാൻ എന്താ ചെയ്തേ? ആ, നീ ഒന്നും ചെയ്തില്ല ശിവാനി, അത് തന്നെയാ പ്രശ്നം. പ്രണവിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിനക്കിപ്പോഴും അറിയില്ല. പക്ഷെ അവന്റെ മനഃശാസ്ത്രം നിന്നേക്കാളും നന്നായിട്ട് നിധിക്കറിയാം. ഒരു കാര്യം എനിക്കിപ്പോ ബോധ്യമായി. നിധിയുമായി പോരാടി ജയിക്കാനുള്ള ത്രാണിയൊന്നും നിനക്കില്ല ശിവാനി. യാതൊരു യോഗ്യതയില്ലാത്ത നിന്നെ പ്രണവിന്റെ ഭാര്യയാക്കി ഞാൻ ഈ വീട്ടിലേക്ക് കെട്ടി എഴുന്നള്ളിച്ചതേ അതും ഇപ്പൊ അബദ്ധമായിട്ട് തോന്നുക. ബ്രില്യൻസില് നിന്നെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല നിധിയുമായിട്ട്. അത്രയ്ക്ക് ലോ ആണ് ശിവാനി നീ. ഒരു കാര്യം നീ ഓർത്തോ ശിവാനി, നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതേ നിധിയെ പുറത്താക്കാൻ വേണ്ടിയാ. എന്റെ ആ ലക്ഷ്യം സാധിച്ചു തരാൻ നിനക്കായില്ല എങ്കിൽ കൈവിട് ഞാൻ. എടുത്ത് പുറത്ത് കളയുമെന്ന് ഈശ്വരമംഗലത്തുനിന്ന്. മനസ്സിലായോ നിനക്ക്? ഈശ്വരമംഗലം കുടുംബത്തിന്റെ അന്തസ്സിനും സമ്പത്തിനും 7 അയലത്ത് പോലും വരാത്ത നീയും നിധിയും തമ്മില് ഒരു വ്യത്യാസവും ഇല്ല. പ്രണവിന്റെ ഭാര്യയായിട്ട് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഈശ്വരമംഗലത്തിന്റെ രാജ്ഞിയായിട്ട് വാഴിക്കാനൊന്നും അല്ലല്ലോ. നിധിയെ പുറത്താക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ തന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നിന്നെ കൊണ്ടാവോ? ഞാനൊരു പ്രോജക്റ്റ് കൊടുത്താൽ അത് സക്സസ് ആയിരിക്കണം. അത് ബിസിനസ് ആയാലും കുടുംബത്തിലായാലും എനിക്ക് അങ്ങനെ തന്നെയാ. ആ പ്രോജക്റ്റിൽ തോറ്റു പോകുന്നവർക്ക് പിന്നെ എന്റെ മുമ്പിൽ സ്ഥാനമില്ല. സമയമായി ശിവാനി, നിനക്ക് പുറത്തു പോവാൻ. അയ്യോ ആന്റി, അങ്ങനൊന്നും പറയല്ലേ. ഞാൻ അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കി തരാം. എപ്പോ പറ്റും നിനക്ക്? പറയ്, തീർത്തു പറയ്. നടക്കൂ നിന്നെ കൊണ്ട്? യെസ് ഓർ നോ, ഡു ഓർ ഡൈ. പറയ്. യെസ്. നാളെ ഒറ്റ ദിവസം കൊണ്ട് പ്രണവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായി നിധിയെ ഞാൻ മാറ്റിയിരിക്കും. ഗൗതമന്റെ മുഖത്ത് നോക്കാത്ത പരുവത്തിലാക്കി തരും ഞാൻ. ഒട്ടും വൈകാത്ത പ്രണവിനെ കൊണ്ട് തന്നെ നിധിയോട് ഇറങ്ങിപ്പോടി ഈ വീട്ടിൽ നിന്ന് എന്ന് ഞാൻ പറയിക്കും. ഈ വാക്ക് തെറ്റിയ ആന്റിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. എന്താ ശിവാനി പറയുന്നത്? ഡോക്ടർ ജയലക്ഷ്മിയുടെ അടുത്ത് ചെക്കപ്പിന് പോയെന്നോ? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാൻ തന്ന റിപ്പോർട്ട് ജയലക്ഷ്മിയെ കാണിച്ചോ? മിക്കവാറും മെഡിക്കൽ കൗൺസിലേക്ക് റിപ്പോർട്ട് പോവും. എനിക്ക് പണിയാവുന്ന തോന്നുന്നത്. ഡോക്ടർ പേടിക്കണ്ട, ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ദൈവം തുണച്ചതുകൊണ്ട് ചെക്കപ്പ് ഒന്നും നടത്താതെ ജയലക്ഷ്മി ഡോക്ടർ അങ്ങ് പോയി. പക്ഷേ ഈ ആശ്വാസത്തിന് അധികം ആയുസില്ല ഡോക്ടർ. ബാംഗ്ലൂർ
ബാംഗ്ലൂരിൽ നിന്ന് ജയലക്ഷ്മി ഡോക്ടർ അടുത്ത ആഴ്ച തിരിച്ചു വരും. അന്ന് വീണ്ടും എന്നെ ചെക്കപ്പിന് കൊണ്ടുപോകും, പ്രശ്നമാവുകയും ചെയ്യും. ദയവ് ചെയ്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞ് വേറെ ഡോക്ടർ അടുത്തേക്കൊന്നും പോവല്ലേ. എന്ത് സംഭവിച്ചാലും എന്റെ അടുത്ത് തന്നെ വന്നാ മതി. ശ്ശോ, താൻ എന്നെ ഒരു ഊരാക്കുടുക്കിൽ കൊണ്ടുവന്ന് പെടുത്തിയല്ലോ ശിവാനി. ഡോക്ടറിന്റെ അടുത്തേക്ക് വന്ന ഡോക്ടർ സേഫാ, ഞാനും സേഫാ. പക്ഷെ അവിടെ നിധി എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്. അവൾ എന്നെ ജയലക്ഷ്മി ഡോക്ടറെ കാണിച്ച് അടങ്ങുന്നുള്ള വാശിയില്ല.